ഒരിക്കൽ ഒരു രാജകുമാരൻ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ വളരെ ഇഷ്ടപ്പെട്ടു. അവൾ വളരെ സുന്ദരിയായിരുന്നു. അവളെ വിവാഹം കഴിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ അവൾക്ക് അതറിയത്തില്ല. അതിന് അദ്ദേഹം രാജകൊട്ടാരത്തിലെ ഉപദേഷ്ടാക്കളുടെ ഉപദേശം തേടി. ഞാൻ എങ്ങനെയാണ് ഇവിടെ സ്വന്തമാക്കേണ്ടത്? അവർ പറഞ്ഞത്, രാജകുമാരനല്ലേ, എന്താ പ്രശ്നം? ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ മതി, എനിക്ക് ഇവിടെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവളെ നിനക്ക് സ്വന്തമാക്കാം. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരുപക്ഷെ സമ്മതിക്കുന്നത് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഇതിലൂടെ കിട്ടാവുന്ന പ്രതാപം, സമ്പത്ത്, അംഗീകാരം, പബ്ലിസിറ്റി ഇതെല്ലാം ആയിരിക്കാം അവളെ അതിനെ പ്രേരിപ്പിക്കുക. പക്ഷെ അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടാകുന്ന യാതൊരു അർത്ഥമില്ല. അപ്പം അദ്ദേഹം വേറെ ചില ആളുകളോട് ഉപദേശം ചോദിച്ചു, ഈ പ്രശ്നം ഒഴിവാക്കാനായിട്ട് എന്താണ് ചെയ്യുക? അദ്ദേഹത്തോട് അവർ പറഞ്ഞു കൊടുത്തു, അങ്ങനെ അങ്ങേക്ക് നിർബന്ധമാണെങ്കിൽ, അവൾക്ക് റിയലായിട്ടും അങ്ങേ സ്നേഹമുണ്ട് എന്ന് ബോധ്യം വരുത്തണമെങ്കിൽ ഞങ്ങളൊരു കാര്യം പറയാം, അല്പം ത്യാഗം സഹിക്കണം. എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് രാജകുമാരനാണെന്ന് അറിയിക്കാതെ വേഷം മാറി അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ജോലി സമ്പാദിച്ച് അവിടെ കൂടെ ജോലി ചെയ്ത് അവളുടെ സ്നേഹം പിടിച്ചു പറ്റണം. അപ്പം അവൾ അങ്ങനെ സമ്പത്തോ അധികാരമോ സ്ഥാനമോ ഒന്നും കണ്ടായിരിക്കുകയില്ല അങ്ങയെ സ്നേഹിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഉദ്ദേശം സ്വീകാര്യമായി തോന്നി. അദ്ദേഹം വളരെ ദൃഢനായിട്ട് ഒരു ചെറുപ്പക്കാരനായിട്ട് അവൾ ജോലി ചെയ്യുന്ന പ്രദേശത്ത് തന്നെ ഒരു ജോലിയൊക്കെ നേടി പതുക്കെ അവളോട് സ്നേഹമൊക്കെ കാണിച്ചു. അവൾക്കും അവനോട് ഭയങ്കര താല്പര്യമായി. രാജകുമാരൻ ആണെന്നറിയാതെ അവൾ അവനെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹം പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവളോട് പറഞ്ഞു, ഞാൻ ഇതൊരു രഹസ്യം നിന്നോട് പറയാം, ഞാനാണ് ഇവിടുത്തെ രാജകുമാരൻ. അപ്പോൾ അവൾക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷമായി. അവൾ പറഞ്ഞു, ഞാനങ്ങ് രാജകുമാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചതല്ല, പക്ഷേ എനിക്ക് നീ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നുള്ളത് എനിക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജകുടുംബത്തിൻ്റെ അംഗീകാരവും സമ്മതവും വാങ്ങിച്ച ശേഷം ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി നീ എൻ്റെ രാജകുമാരിയായി നിന്നെ ഞാൻ വഴിക്കും. ഇത് ശരിയാണോ, യഥാർത്ഥത്തിൽ നടന്നതാണോ എന്നറിയില്ലെങ്കിലും ഇത് ഈശോയുടെയും കൂടെ കഥയാണ്. തൻ്റെ ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രയധികമായി ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് വേണമെങ്കിൽ ആദിമാതാപിതാക്കന്മാർ ചെയ്ത പാപത്തിന് വളരെ എളുപ്പത്തിൽ ഒരു പാപമോചനം നൽകി അവരെ സ്വന്തമാക്കാം. പക്ഷേ അതുകൊണ്ട് ജനത്തിന് ബോധ്യം വരണമെന്നില്ല, ജനം തന്നെ സ്നേഹിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് ത്യാഗം എന്താണ് എന്ന് ഈ രാജകുമാരൻ ആ രാജകുമാരി ആകുവാനിരിക്കുന്ന താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് വേണ്ടി ചെയ്തതുപോലെ നമ്മളൊക്കെ എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ 9 മാസം കഴിഞ്ഞോ അതുപോലെ ഒരു കന്യകയുടെ ഉദരത്തിൽ എളിമയോടുകൂടി വ്യാപരിച്ച് ജനിക്കേണ്ട സമയമായപ്പോൾ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യൗസേപ്പിന്റെയും മറിയത്തിന്റെയും ആ അവസരത്തിൽ അവിടെ അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം കണക്കെടുക്കേണ്ടി വന്നപ്പോൾ ദാവീദിന്റെ നഗരമായ ബെത്ലഹേമിലേക്ക് വളരെ പ്രയാസപ്പെട്ട് യാത്ര ചെയ്യുകയും അവിടെ ചെന്നപ്പോൾ അവിടെ അഭയം കിട്ടാൻ ഒരു സ്ഥലവുമില്ലാതെ, കാരണം ഇവർ വളരെ വൈകിയാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്, ബാക്കിയുള്ളവർ പോകുന്ന സ്പീഡിൽ ഇവർക്ക് പോകാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു പാരമ്പര്യമാണ്. അവരവരുടെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിജാതികൾക്ക് ഒരു കണക്കെടുക്കുമ്പോൾ അവരായിരിക്കുന്ന സ്ഥലത്ത് കണക്ക് കൊടുക്കാം. എന്നാൽ യഹൂദന്മാർക്ക് അങ്ങനെയല്ല, അവർക്ക് പരമ്പരാഗതമായ സ്ഥലത്ത് ചെല്ലണം. അതുകൊണ്ട് ഗലീലയിലെ നസറത്ത് എന്ന് പറയുന്നത് നോർത്തിലാണ്. എന്നാൽ യോസേപ്പിന്റെയും മറിയത്തിന്റെയും ഒക്കെ മൂല കുടുംബം വസിക്കുന്നത് ബെത്ലഹേമിലാണ്. അവിടെയാണ് ദാവീദ് ജനിച്ചത്. അവിടെയാണ് ജെറുസലേമിൽ അർപ്പിക്കപ്പെടേണ്ടതായ ആടുകളെ വളർത്തുന്ന ഫലഭൂയിഷ്ഠമായ സ്ഥലം. അങ്ങനെ ഭാവിയിൽ ഈ ആടുകൾക്ക് പകരം ഒരു കുഞ്ഞാടായി തീരേണ്ടതായ ഈശോ ജനിക്കുന്നതും ആ ദാവീദിന്റെ നഗരമായ അപ്പത്തിന്റെ സ്ഥലമെന്നാണ് ബെത്ലഹേമിന്റെ അർത്ഥം. കാരണം ആ ഇസ്രായേലിലെ ജനങ്ങൾക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന, അതുപോലെ തന്നെ ദേവാലയത്തിലേക്കുള്ള ബലിവസ്തുക്കളെ പ്രദാനം ചെയ്യുന്ന ആ പ്രദേശത്തിലാണ്, ബെത്ലഹേമിലാണ് ഈശോ ജനിക്കേണ്ടത് എന്ന തിരുവെഴുത്ത് പ്രകാരം ഈശോ ജനിക്കുകയാണ്.
ഈശോയുടെ പിറവി. അപ്പം അതുകൊണ്ട് ഈശോയ്ക്ക് വേണമെങ്കിൽ കൊട്ടാരത്തിൽ ജനിക്കാം. എന്നാൽ നമ്മൾ ആരും ജനിച്ച സ്ഥലത്ത് പോയി നമ്മളൊക്കെ ഒന്നെങ്കിൽ വീടുകളിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ആശുപത്രികളിലാണ് ജനിച്ചത് എന്ന് വരികിൽ ആട്ടിടയന്മാരോട് മാലാഖ പറയുന്ന ഒരു അടയാളമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ ശിശുവിനെ തിരിച്ചറിയേണ്ടത്? അതിനൊരു ഐഡന്റിറ്റി ഉണ്ട്. അതായത് മറ്റൊരു മനുഷ്യനെ ജനിക്കാത്ത ഒരു സ്ഥലത്ത് ജനിച്ചു കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. എവിടെ? ഒരു കാലിത്തൊഴുത്തിൽ. അവിടെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ ഒരു ശിശു വേറൊന്നും കാണില്ല. ആ ശിശുവിനെ കാണുമ്പോൾ അവനാണ് രക്ഷകനായി ജനിച്ചിരിക്കുന്നത്. സോളമനെ കുറിച്ചും പറയുന്നുണ്ട്, ഞാൻ ജനിച്ചപ്പോൾ ഞാനും ഒരു ശിശുവായി എളിമയോടുകൂടി ജനിച്ച് എന്നെ ഈ പിള്ളക്കൊച്ച കൊണ്ട് പൊതിഞ്ഞു. എന്താ ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിയുന്നതിന്റെ അർത്ഥം? അതൊരു പഴയ നിയമത്തിലെ പാരമ്പര്യമാണ്. ഇന്ന് ആധുനിക ലോകത്തിന് ഗൈനക്കോളജിയിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്കൊക്കെ അറിയാം. കുഞ്ഞ് ജനിച്ചാൽ അതിനെ തുണി കൊണ്ട് പൊതിയും. അതാണ് ഈ പിള്ളക്കച്ച. എന്തിനാണ്? ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ എങ്ങനെ കഴിഞ്ഞോ ആ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൈകളും കാലുകളും ഒക്കെ നേരെ വളരാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് അതൊരു പാരമ്പര്യമാണ് പിള്ളക്കച്ച കൊണ്ട് പൊതിയുക. ഈശോ മരിച്ചപ്പോഴും അതുപോലെ തന്നെ കച്ച കൊണ്ട് പൊതിഞ്ഞു. കാരണം പണ്ടത്തെ പോലെ ഇന്നത്തെ പോലെ നമ്മുടെ വലിയ കാസ്കറ്റുകളൊന്നുമില്ല. ഈശോയെ അടക്കുക യഹൂദ പാരമ്പര്യ പ്രകാരം കച്ച കൊണ്ട് മൃതശരീരം പൊതിഞ്ഞാണ് അടക്കുക. അങ്ങനെ അവൻ്റെ ജനനവും ഹോംലെസ് ആയിട്ട് മരണവും കുരിശില് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ജനിക്കുന്നു, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അടക്കപ്പെടുന്നു. ഇനി അവിടെ ആളുകൾ എങ്ങനെയാണ് സ്വീകരിക്കുക? അതേപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഈ കുർബാനയ്ക്ക് മുൻപായിട്ട് നമ്മുടെ ഹോളി ചൈൽഡ്ഹുഡിലെ കുട്ടികൾ ലൈവ് നേറ്റിവിറ്റി ഷോ അവതരിപ്പിച്ചു. മിക്കവാറും നിങ്ങൾ കണ്ടു. ഇതുപോലെ ഒരു സ്ഥലത്ത് ഒരു നേറ്റിവിറ്റി ഷോ അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്കൂളിലാണ്. അവിടെ കുട്ടികളെ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അതിലെ സത്രക്കാരനായിട്ട് അഭിനയിക്കാനായിട്ട് റോൾ കൊടുത്തത് ഒരു ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനെ അംഗീകരിക്കാൻ വേണ്ടി അവന് വേണ്ട ഡയലോഗ് പറഞ്ഞു കൊടുത്തു. ഇത്രയുമാണ്: യേശുവും ഗർഭിണിയായ മറിയവും കൂടി ആ സത്രത്തിലേക്ക് വരുമ്പോൾ സത്രക്കാരനായിട്ട് എന്ത് ചെയ്യണം? ഈ പതുക്കെ വാതിൽ തുറക്കണം, എന്നിട്ട് ഒളിഞ്ഞു നോക്കണം. എന്നിട്ട് യോസേഫിനോടും മറിയത്തോടും പറയണം, സോറി, ഇവിടെ ഇടമില്ല, നിങ്ങൾക്ക് പോകാം. ഇവരെ മാതാപിതാക്കന്മാർ കൂടി പഠിപ്പിച്ചു. കാരണം അത്ര സ്മാർട്ടായിട്ടുള്ള കുട്ടിയല്ല, അത് സാധാരണ പാവപ്പെട്ട കുട്ടിയാണ്. അതുകൊണ്ട് അവനാ ഡയലോഗെല്ലാം കാണാപ്പാടെ പഠിച്ചു വെച്ചു. സമയമായി, ആളുകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഉണ്ണീശോയെ ഗർഭം ധരിച്ച മറിയവും യോസേഫും കൂടി വളരെ ക്ഷീണിതരായി മറ്റു സ്ഥലങ്ങളിലൊന്നും കിട്ടാതെ വിഷമിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇവൻ പഠിപ്പിച്ചതുപോലെ തന്നെ വാതിൽ തുറന്നു. എന്നിട്ട് അവനെ പഠിപ്പിച്ച ആ കാണാപ്പാടം, ആ ഡയലോഗ് പറഞ്ഞു, സോറി, ഞങ്ങളുടെ സത്രത്തിൽ നിങ്ങൾക്ക് തരാൻ ഇടമില്ല. അപ്പോൾ യോസേഫും മറിയവും കൂടി വളരെ വിഷാദത്തോടു കൂടി അങ്ങനെ തിരികെ പോകുന്നു. അപ്പോൾ ഈ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയെ എന്ത് പറഞ്ഞു? അവനത് കണ്ടപ്പോൾ ഭയങ്കര മനപ്രയാസം. അവരവരെ കൈകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇടയില്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഇടയുണ്ട്, എൻ്റെ മുറി ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം എല്ലാവരും കൂടെ ചിരിച്ചു. കാരണം അത് നാടകത്തിലില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ കുട്ടിക്ക് അപ്പോൾ സ്വാഭാവികമായി തോന്നിയതാണ് അവൻ്റെ സഹതാപം മറ്റാരുടെയും എല്ലാവരും നിരസിച്ചപ്പോഴും എൻ്റെ ഭവനത്തിൽ, എൻ്റെ മുറിയിൽ ഞാൻ നിങ്ങൾക്ക് അഭയം തരാം എന്ന് പറയുവാനുള്ള സന്മനസ്. എളിമയുള്ളവർക്ക്, സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്ന് മാലാഖ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മുടെ ഇടയിൽ ദൈവം വന്നു. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ ചെറുപ്പത്തിലെ പിടിച്ച് മാമോദീസ മുക്കി നമ്മളെ വേദപാഠമൊക്കെ പഠിപ്പിച്ചു. നമ്മുടെ പള്ളിയിലൊക്കെ വന്നു, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ധാരാളം കൃപയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കുറേയൊക്കെ കഴിയുമ്പോൾ അഹങ്കാരം മൂക്കും. സമ്പത്തായി, ജീവിത സൗകര്യങ്ങളായി. അതിനുശേഷം പള്ളി വേണ്ട, പള്ളിയിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അച്ഛന്മാരുടെ പ്രവർത്തനം ഇഷ്ടമില്ല, അല്ലെങ്കിൽ മക്കളുടെ പ്രവർത്തി ശരിയല്ല, ഞങ്ങളാണ് ശരി, ദൈവത്തിന് ഞങ്ങളുടെ ഹൃദയത്തിന് ഇടമില്ല, മറിച്ച് ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് നിറയുകയാണ്. അപ്പം അതുകൊണ്ട് സത്രത്തിൽ ഇടമില്ല, ഭവനങ്ങളിൽ ഇടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവരുടെ ഗസ്റ്റെല്ലാം ഉള്ളപ്പോൾ അഭയാർത്ഥികളായി വരുന്ന ഒരു ഭാര്യയെയും ഭർത്താവിനെയും കൂടി വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാം. പക്ഷേ അതിലവർക്ക് മനസ്സില്ല. നമ്മളും ഇന്നും നമ്മുടെ ഭവനങ്ങളിൽ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഹാർമസായ ആളുകൾ ഒരിക്കലും പാർപ്പിക്കുകയാണ്. നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കുക, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ പ്രൈവസിയാണ് നമ്മൾ നോക്കുക. എന്നാൽ നമ്മൾ ഈ പുൽത്തൊഴുത്ത് എന്തുകൊണ്ടാണ് ഈ മനോഹരമായ പള്ളിയിൽ ചെറിയ പുൽത്തൊഴുത്തുണ്ടാക്കി വെച്ചിരിക്കുന്നത്?
ചെയ്ത് പേർഷ്യയിൽ നിന്ന് വരുന്ന ആ രാജാക്കന്മാരെ വന്നപ്പോൾ രാജാവ് എന്താ ചെയ്തത്? വേദപണ്ഡിതന്മാരെ വിളിപ്പിച്ചു. വേദപുസ്തകം നോക്കി അവർ പറഞ്ഞു, ബെത്ലഹേമിൽ ഈ ശിശു ജനിക്കും. എന്നാൽ അവരാരും ഈശോയെ തേടി പോകുന്നില്ല, അവിടുത്തെ പുരോഹിതന്മാർ പോകുന്നില്ല. അവരെല്ലാം ഈശോയെ തിരസ്കരിക്കുകയാണ്. എന്നാൽ ഈശോയെ സ്വീകരിക്കുന്നവർ ആരാണ്? ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാരെന്ന് പറഞ്ഞാൽ അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ തോട്ടിപ്പൊടി ചെയ്യുന്നവരെ പോലെ കണക്കാക്കുന്ന ആളുകളാണ് പഴയ കാലത്തെ. അതായത് ഇടയന്മാർക്ക് ശാബതമാചരിക്കാൻ പറ്റുകയില്ല. മൃഗങ്ങളുടെ മണമുണ്ട്, മൃഗങ്ങളെ നോക്കുന്നു, മൃഗങ്ങളുടെ കൂടെ കിടക്കുന്നു, അവരുടെ കാവൽക്കാരാണ്. അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും കുറഞ്ഞ തസ്തികയിലുള്ള ആ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയ്ക്ക് വന്ന് മാലാഖ പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടുകൂടി ആ ശിശുവിനെ കാണുവാൻ പോകുന്നു. കണ്ട കാര്യങ്ങൾ അവിടെയുള്ള ആളുകളോടെല്ലാം പറയുന്നു. അവരെല്ലാവരും അത് അത്ഭുതപ്പെടുന്നു. അവര് ഒരുപക്ഷെ ആ ശിശുവിനെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്ന് കാണുന്നു. അപ്പോഴാണ് ഈശോയ്ക്ക് വസിക്കുവാൻ ഭവനം കൊടുക്കുന്നു. കാരണം പിന്നീട് ജ്ഞാനികൾ വരുമ്പോഴേക്കും ഈശോ പുൽത്തൊഴുത്തിലല്ല, ഈശോ കിടക്കുന്നത് ഒരു ഭവനത്തിലാണ്. ഭവനത്തിലെത്തി ഈശോയെ കണ്ട് അവർ ആരാധിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജ്ഞാനികളായ ആളുകൾ, അതുപോലെ തന്നെ ആ രാജാക്കന്മാരും ഈ സാധാരണക്കാരായ ഇടയന്മാരും ബെത്ലഹേമിലെ സാധാരണക്കാരായ ആളുകളുമാണ് ഈശോയെ സ്വീകരിക്കുവാൻ തയ്യാറായത്. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വേണ്ടത്ര ഒരുക്കത്തോടുകൂടി എളിമയോടുകൂടിയാണോ ഈശോയെ സ്വീകരിക്കുന്നത്? അതോ മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും സഭാവിരോധവും ഒക്കെ വെച്ചുകൊണ്ടാണോ ഈശോയെ ഒരു ചടങ്ങിന് വേണ്ടി സ്വീകരിക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യുവാനുള്ള സമയമാണിത്. അതുകൊണ്ട് നമുക്ക് ഈ ഈശോയെ സ്വീകരിക്കുന്നതിന് തയ്യാറായ, ശുശ്രൂഷിക്കുന്നതിന് തയ്യാറായ യോസേഫും മറിയവും ഒക്കെ അപമാനിതരായി, തിരസ്കൃതരായി, സഹനങ്ങളിലൂടെ അവര് കടന്നുപോയി. അവരെ പിന്നീട് ഏതാനും വർഷങ്ങളോളം അഭയാർത്ഥികളായി ഈജിപ്തിലേക്ക് വീണ്ടും പോകേണ്ടി വന്നു. അങ്ങനെ വളരെയേറെ കഷ്ടപ്പാടുകളിലൂടെ ആണ് സഭാ ശുശ്രൂഷകര് ഒരുപക്ഷെ കടന്നു പോകേണ്ടി വരിക. അപ്പോഴും അവർക്കൊരു ആനന്ദമുണ്ട്. അതാണ് ക്രിസ്മസിനെ കുറിച്ച് പറയുക. നമ്മുടെ നാട്ടിൽ പറയും ഹാപ്പി ക്രിസ്മസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരുടെ ശൈലിയാണ്, നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. എന്നാൽ അമേരിക്കയിൽ വരുമ്പോൾ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർ നമ്മളെ കളിയാക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? മെറി ക്രിസ്മസ് എന്ന് പറയും. അത് അമേരിക്കൻ, കാനഡയും ഒക്കെയുള്ള ഭാഷാ ശൈലിയാണ് മെറി ക്രിസ്മസ്. എന്നാൽ യഥാർത്ഥത്തിൽ സഭ ആവശ്യപ്പെടുന്നത് ഈ ഹാപ്പിനെസ് അല്ല. സമ്മാനം കൊടുക്കുമ്പോൾ, സമ്മാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നല്ല ജോലി കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ആറാം പരീക്ഷ പാസ്സാകുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് ഒരു നല്ല വീട് വെക്കാൻ പറ്റുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ഇങ്ങോട്ടൊക്കെ കിട്ടുമ്പോൾ. പക്ഷെ അത് താൽക്കാലികമാണ്. എന്നാൽ ഈ സഹനങ്ങളുടെ ഇടയിലും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്നത് ജോയിയാണ്. അതുകൊണ്ടാണ് ചില ക്രിസ്മസ് ട്രീയിലൊക്കെ JOY ജോയി എഴുതി വെക്കുക. ആ ജോയി എന്ന് പറയുന്നത് ആന്തരികമായ ആനന്ദമാണ്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ക്രിസ്മസ് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ we feel the joy. നമ്മുടെ പട്ടിണിക്കിടയിലും പാവങ്ങളെ സഹായിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളുടെ ആ ബുദ്ധിമുട്ടിലിടയിലും നമുക്കൊരു ജോയിയാണ്. നമ്മുടെ അമ്മമാര് പട്ടിണി കടന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് തങ്ങൾ കഴിക്കാൻ ആഹാരം കുഞ്ഞിന് കൊടുത്തിട്ട് ആ കുഞ്ഞ് സന്തോഷിക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്നത് ജോയിയാണ്. ആ സഹനത്തിലാണ് യോസേഫും മറിയവും ജോയി കണ്ടെത്തിയത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ആനന്ദത്തിൽ അധിഷ്ഠിതമായ സൗഭാഗ്യമാണ് നമുക്ക് ക്രിസ്മസിലൂടെ ഉണ്ടാകേണ്ടത്. നമ്മൾ ഈ ജൂബിലി വർഷത്തിലേക്ക് ഇന്ന് മുതലേ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ജൂബിലിയുടെ ആന്തരിക നവീകരണത്തിന്റെ, ദൈവത്തോട് നന്ദി പറയേണ്ടതിന്റെ, നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിന്റെ, മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതിന്റെ ഒരു കാലഘട്ടമാണ്. ആരെങ്കിലും ഒക്കെ സ്വന്തം ജീവിത പങ്കാളിയോട് പണങ്ങി കഴിയുന്നെങ്കിൽ, സ്വന്തം മക്കളുമായി ഭിന്നതയുണ്ട് എങ്കിൽ, സഹോദരങ്ങളുമായി പൊരുത്തക്കേടുണ്ട് എങ്കിൽ, അഭിപ്രായ ഭിന്നതയുണ്ട് എങ്കിൽ, ജോലി സ്ഥലത്തെ സഹപ്രവർത്തകരുമായിട്ട് ഭിന്നതയുണ്ട് എങ്കിൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ